മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 41-ാമത്തെ വാക്യം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 9 വേഴ്സ് 41. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. നാം ചെയ്യുന്ന സേവനങ്ങൾക്കും ത്യാഗങ്ങൾക്കും അംഗീകാരം കിട്ടാതിരുന്നാൽ നിരാശരായി തീർന്നേക്കാം. പക്ഷെ അതിനാവശ്യമില്ല. ദൈവം തക്ക സമയം പ്രതിഫലം തരും. ദാഹിക്കുന്നവന് കുടിപ്പാൻ വെള്ളം കൊടുത്താൽ ആരും അതറിയുകയില്ല, പക്ഷെ ദൈവം അതറിയുന്നു. 2 കാശ് ദേവാലയത്തിൽ സമർപ്പിച്ച സാധു സ്ത്രീയെ മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഈശോ ശ്രദ്ധിച്ചു. അവളുടെ പേരെന്താണെന്ന് നമുക്കറിയില്ല, കർത്താവ് അറിയുന്നു. ദൈവം ചിലരെ അറിയപ്പെടാത്ത സേവനത്തിനായി വിളിക്കാറുണ്ട്. അവരെ പറ്റിയാണ് എബ്രായ ലേഖന കർത്താവ് നമുക്ക് ചുറ്റുമുള്ള സാക്ഷികളുടെ വലിയ സമൂഹം എന്ന് പറയുന്നത്. നാം അർഹിക്കുന്ന സ്നേഹവും നന്ദിയും അഭിനന്ദനവും കിട്ടുന്നില്ലെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. ദൈവം തക്ക സമയം പ്രതിഫലം തരും. 2-ാം ലോകമഹായുദ്ധകാലത്ത് മുൻനിരയ്ക്കടുത്ത് ആശുപത്രിയായി വേർതിരിച്ച ഒരു കൂടാരത്തിൽ ഒരു ഡോക്ടർ മുറിവേറ്റ ഒരു രോഗിയെ ശുശ്രൂഷിക്കുകയായിരുന്നു. വെടിയുണ്ടകൾ ചുറ്റുപാടും ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഡോക്ടർ പിന്മാറിയില്ല. ചില നിമിഷങ്ങൾക്കുള്ളിൽ ഡോക്ടർ വെടിയേറ്റു മരിച്ചു വീണു. സുഖം പ്രാപിച്ച രോഗി ഡോക്ടറുടെ പേർ മനസ്സിലാക്കിയില്ലെങ്കിലും നന്ദിയുടെ സ്മരണകളായി വിറക്കുന്നു. ഡേവിഡ് ലിവിങ്സ്റ്റൺ അറിയപ്പെടാത്തവനായി സേവനം ചെയ്യുവാൻ ആഫ്രിക്കയിലെ കാപ്പിരികളുടെ ഇടയിലേക്ക് പോയി. പക്ഷെ ലോകം അദ്ദേഹത്തെ അറിഞ്ഞു. ആൽബർട്ട് ഷ്വൈറ്റ്സർ വൈദ്യസേവനത്തിനായി ആഫ്രിക്കയിൽ പോയി. അദ്ദേഹത്തിന് ഒളിഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. നാം ചെയ്യുന്ന സേവനങ്ങൾക്ക് അംഗീകാരം കിട്ടാതിരുന്നാൽ ഒരിക്കലും വിഷമിക്കരുത്. ദൈവം തക്ക സമയം പ്രതിഫലം തരും. ലോകം പ്രതിഫലം തരാതിരുന്നാൽ ദൈവം പ്രതിഫലം തരും. ദൈവത്തിന്റെ കണ്ണിലും കണക്കിലും പെടാത്തത് ഒന്നുമില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.